കുടുംബജീവിതവും ക്രിസ്തുവും. ഒരു മനുഷ്യൻ കുടുംബജീവിതം നയിക്കുമ്പോഴാണ് യഥാർത്ഥമായ നസ്രായൻ യേശു ജീവിതം നമുക്ക് കാണിച്ചു തന്നത് കുടുംബത്തിലൂടെയാണ്. നസ്രത്തിലെ കുടുംബത്തിലാണ് യേശു ജനിക്കുന്നത്. അപ്പം ദൈവ കുടുംബങ്ങൾ തന്നെ ഈ ഭൂമിയിലുണ്ട്. ദൈവീക കുടുംബം. കുടുംബം ഒരു കൂട്ടായ്മയാണ്. കുടുംബം ഒരു പ്രാർത്ഥനാലയമാണ്. കുടുംബം ഒരു അധ്വാന ജീവിത ശൈലിയാണ്. അപ്പൊ നമ്മൾ അധ്വാനിച്ച് കുടുംബ ജീവിതം നയിക്കുന്നതിന് ആദ്യം നമുക്ക് ദൈവാരാധന വേണം. ദൈവത്തെ ആരാധിക്കുന്ന കുടുംബം ഭൂമിയിൽ നിന്ന് അറ്റുപോവുകയില്ല, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോവുകയില്ല. കാരണം അടിസ്ഥാനം കുടുംബമാണെന്ന് നമുക്ക് ദൈവവചനം തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. യേശു ഒരു കുടുംബത്താണ് ജീവൻ എടുക്കുന്നത്, വചനം പ്രഘോഷിക്കാൻ. അപ്പൊ നമ്മൾ ഓരോരുത്തരും കുടുംബത്തിൽ നിന്നാണ് ജീവൻ എടുക്കുന്നത്, വചനം പ്രഘോഷിക്കാൻ. നാം സ്വയം വചനങ്ങളല്ല, എന്നാൽ ക്രിസ്തു വചനമായിട്ടാണ് സ്വയം ലോകത്തിലേക്ക് വന്നത്. എന്നാൽ നാം വചനമാകുന്നത് പരിശുദ്ധാത്മാവ് വന്ന് കഴിയുമ്പോഴാണ്. അതുവരെ നമ്മളോ ഒരു കുടുംബത്തിലെ അംഗമാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ അവൻ ലോകത്തിന്റെ പ്രകാശമാണ്, സ്നേഹത്തിന്റെ വിനയത്വമാണ്, ആത്മാക്കളുടെ രക്ഷകനാണ്. യേശുക്രിസ്തുവിന്റെ പാതകൾ ദൈവത്തിന്റെ രാജ്യത്തിന്റെ വഴികാട്ടികളാണ് നാം എല്ലാവരും. അപ്പം നമുക്കൊരു കുടുംബ ജീവിതമുണ്ട്, ദൈവത്തിനൊരു സഭയുണ്ട്, ക്രിസ്തുവിൽ ദൈവവചനമുണ്ട്. അപ്പൊ നമ്മൾ വചനം കേൾക്കുകയും ദൈവത്തോട് നിരന്തരം ആരാധന നടത്തുകയും ചെയ്യുമ്പോൾ ദൈവം നമുക്ക് തലമുറകളെ നൽകും. തലമുറ നിന്നെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് ദൈവം അബ്രാഹത്തോട് വാഗ്ദാനം ചെയ്തതാണ്. ആ വാഗ്ദാനം ദൈവം ഇന്നും പാലിക്കുന്നു. എന്നാൽ മനുഷ്യനോ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. കുടുംബ ആരാധനകളില്ല, കുടുംബ കൂട്ടായ്മകളില്ല, കുടുംബത്തിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കുക പോലും മനുഷ്യൻ ചെയ്യുന്നില്ല. പൂർവപിതാക്കന്മാർ അവർ ആദ്യം ദൈവത്തെ ആരാധിക്കും, രണ്ടാമതവർ ജോലി ചെയ്യും, മൂന്നാമതവർ സന്താനപുഷ്ടിയുള്ളവരായി കുടുംബങ്ങളെ ഉയർത്തിയെടുക്കും. അവരുടെ അടിസ്ഥാനം സത്യമായിരുന്നു. അതുകൊണ്ട് അവർ പുലർകാലെ എഴുന്നേറ്റ് ദൈവാരാധനയ്ക്ക് ഒരുങ്ങും. അവ ത്രിസന്ധ്യ കഴിയുമ്പോൾ അവർ ദൈവാരാധനയ്ക്ക് ഇരുന്നു കൊണ്ട് എല്ലാ ദൈവിക നിയമങ്ങളും പാലിക്കും. അവർക്ക് ശത്രുക്കളില്ലായിരുന്നു, കാരണം അവർ പരസ്പരം സ്നേഹിതരായിരുന്നു. സഭയാകുന്ന ക്രിസ്തുവിൽ ദൈവസ്നേഹം നിറഞ്ഞിരുന്നതുപോലെ പൂർവപിതാക്കന്മാരുടെ കുടുംബങ്ങളും ദൈവസ്നേഹത്താൽ നിറഞ്ഞിരുന്നു. നാമും ഈ തലമുറയിൽ ജീവിക്കുന്നവരും അതേ ക്രിസ്തുവിന്റെ മനോഭാവത്തെ ഹൃദയത്തിൽ ധരിച്ചാൽ നാം എല്ലാവരും ഒരു കുടുംബത്തിന്റെ മക്കളാണ്. നമ്മുടെ കുടുംബം ദൈവരാജ്യത്തിലാണ്, ദൈവത്തിന്റെ രാജ്യത്തിലാണ് നാം ഉള്ളത്. അപ്പൊ നാം ദൈവത്തെ സദാ ആരാധിക്കേണ്ടവരാണ്. തലമുറകൾക്ക് കൈമാറിക്കൊടുക്കുന്ന വിശ്വാസവും പ്രാർത്ഥനയും
എന്നും നമ്മുടെ തലമുറകൾക്ക് കൈമാറിക്കൊടുത്തുകൊണ്ട് വേണം നാം മുന്നോട്ട് നീങ്ങാൻ. അപ്പൊ നാം ഒരു കുടുംബമാണ്, നമ്മിലൊരു കുടുംബമാണ്. ക്രിസ്തു നമുക്ക് രക്ഷയാണ്, ദൈവം നമുക്ക് വചനമാണ്, ദൈവവചനമാണ് നമ്മളെ നയിക്കുന്ന കുടുംബജീവിതം. അപ്പൊ അടിസ്ഥാനമായിട്ട് നമുക്കൊരു പ്രാർത്ഥന അരൂപി വേണം. ഒരു കുടുംബനാഥന് കുടുംബനാഥയും ഒരു പ്രാർത്ഥന അരൂപിയിൽ വേണം കുടുംബങ്ങളെ നയിക്കാൻ. മാതാവും പിതാവും ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ മക്കൾ ദൂരെ കൂടെ യാത്ര ചെയ്താലും അവരുടെ കാലഘട്ടങ്ങൾ വരുമ്പോൾ അവരും ആ മാതാപിതാക്കളെ അനുഗമിക്കും. യേശു അത് തന്നെയാണ് ലോകത്തോട് പറഞ്ഞത്, എന്നെ അനുഗമിക്കുക. അന്ധകാര ശക്തികൾ നിങ്ങളെ കീഴ്പ്പെടുത്താതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ അന്ധകാര ശക്തി ഈ ലോകത്തുണ്ട്. അതുകൊണ്ട് അവ നിങ്ങളെ കീഴ്പ്പെടുത്താതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ നാം കുടുംബജീവിതത്തിൽ അടിസ്ഥാനമിട്ട കാര്യമാണ്. കുടുംബജീവിതം വളരെ വിലപ്പെട്ടതാണ്. സദാ ഒരു കുടുംബം പ്രാർത്ഥനാ ജീവിതത്തിൽ വന്നാൽ ആ കുടുംബം ക്രിസ്തുവിന്റെ കുടുംബമായിരിക്കും. നമുക്ക് കാണാം, കൊർണിയോസിന്റെ ഭവനത്തിൽ ദൈവം പത്രോസിനെ അയക്കുന്നത് കാണാം. അദ്ദേഹം ആരാധനയിലും പ്രാർത്ഥനയിലും ദാനധർമ്മത്തിലും നിഷ്ഠമുള്ള ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ ഒരു നിമിഷം അദ്ദേഹം 12-ാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്കായി പോകുമ്പോൾ ചുമരിൽ ഒരു വിശുദ്ധ കൈ കണ്ട് അദ്ദേഹം അമ്പരന്നു. അപ്പോൾ ദൈവം അവരോട് പറഞ്ഞു, നീ അമ്പരപ്പെടേണ്ട. പത്രോസ് എന്ന അപരനാമമുള്ള ശിമയോനെ വിളിച്ചു കൊണ്ടുവരിക. അവൻ ഇന്ന സ്ഥലത്തിരിപ്പുണ്ട്. അവിടത്തേക്ക് ആളയച്ച് പത്രോസിനെ വരുത്തുകയാണ്. ഒരു കുടുംബത്തിലാണ് അത് സംഭവിച്ചത്. ആ കുടുംബത്ത് വളരെയേറെ ആൾക്കാരെ വിളിച്ചു കൂട്ടിയിരുന്നു. അപ്പോൾ അതൊരു സഭയായിരുന്നു. കുടുംബവും സഭയും ഒന്നിച്ചു പോയപ്പോൾ അവിടെ ദൈവരാജ്യം കടന്നു വന്നു. ദൈവത്തിന്റെ മഹത്വം അവിടെ ദർശിച്ചു. അന്ന് അവിടെ കൂടിയിരുന്ന സകലരുടെ മേലും പരിശുദ്ധാത്മാവ് അഭിഷിക്തനായി. നോക്കൊരു കുടുംബത്ത് സംഭവിച്ച കാര്യമാണ്. ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് നമ്മുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിച്ച്, നമ്മുടെ സന്തതികളെ അനുഗ്രഹിച്ച് ദേശം ദൈവത്തിൻ്റെതാക്കി മാറ്റുക. അതാണ് യഥാർത്ഥ ആത്മീക ലോകം. പ്രൈസ് ദി ലോർഡ്.